സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച ആറ്റിൻപുറ സ്കൂൾ. ഇന്നിവിടെ 2026-27 പ്രവേശനോത്സവം നടക്കുകയാണ്. പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദയ്ക്ക് ഈ സ്കൂളിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നല്ലൊരു നിലയിലെത്തായിരുന്നു എന്ന് ഞാൻ എന്നും ചിന്തിക്കും. പക്ഷെ എന്താ ചെയ്യാൻ, നമ്മളൊക്കെ എങ്ങനെ ആയിപ്പോയി. അതിനിപ്പോ ആരെ കുറ്റം പറയാ, എന്നെ തന്നെ പറയണം. ഉമ്മ എന്നും രാവിലെ എണീച്ച് ആഹാരം ഉണ്ടാക്കി എന്നെ കുളിപ്പിച്ച് റെഡിയാക്കി നേരെ സ്കൂളിലേക്ക് പോകും. സ്കൂളിലെത്തിയിട്ട് ചില ദിവസങ്ങളൊക്കെ ഞാൻ കരച്ചിൽ നിർത്തുമ്പോഴായിരിക്കും അവർ വീട്ടിൽ പോകുന്നത്. പക്ഷെ എന്താ ചെയ്യാൻ, ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അവരെത്തുന്നതിന് മുന്നേ ഞാൻ വീട്ടിലെത്തും. അതാണ് എന്റെ സ്വഭാവം. അതുകൊണ്ട് ഈ ആറ്റിൻപുറ സ്കൂളിൽ പഠിച്ച അധിക ഓർമ്മകളൊന്നും എനിക്കില്ല. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. അവരൊക്കെ എൻ്റെ കൂടെ ആറ്റിൻപുറ സ്കൂളിൽ പഠിച്ചതെന്ന് പറയുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് അവരെയൊന്നും ഓർമ്മയില്ല. എന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ ഏറ്റവും ഇളയ സിസ്റ്ററും അവരുടെ ഹസ്ബൻഡും കൂടെ ചേർന്ന് എന്നെ ആറ്റിൻപുറ സ്കൂളിൽ നിന്ന് മാറ്റി ആട്ടുകാൽ സ്കൂളിലാക്കി. പിന്നെ അവിടെ എത്തിയ ശേഷം ഞാൻ അധികമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. അവിടെ പഠിച്ച ഒരുപാട് കുട്ടികളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ആറ്റിൻപുറ സ്കൂളിൽ പഠിച്ച അങ്ങനെ ഒരുപാട് പേരെയൊന്നും ഓർമ്മയില്ല. എനിവേ, ഇന്നതാ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നു. വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്തൊരു പൊസിഷൻ അല്ലേ, ഒരു ലെവലും ആയിട്ടില്ല. എന്തായാലും ഭാവിയിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ തുറന്ന ദിവസം തന്നെ കരഞ്ഞുകൊണ്ട് എന്റെ തോളത്ത് കയറി ഇവനാണ് അല്ലമീൻ. ഈ കയ്യിലിരിക്കുന്നത് അവന്റെ അനിയൻ അഹമ്മദ്. ഈ ചാടി പോകുന്നത് അവന്റെ ഇത്താത്ത ആസിയ. പിന്നെ ഇവനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എടേ ഇങ്ങോട്ട് വാടേ, ഇതാണ് ഐതനാഥം. വേറൊരു വെറൈറ്റി കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കഞ്ഞിപ്പരയൊക്കെ പഴയതുപോലെ പുകപ്പരയൊന്നും അല്ല കേട്ടോ. കണ്ടില്ലേ, ഗ്യാസിലാണ് വേവിക്കുന്നത്. ഈ വരുന്ന ആളാണ് കേട്ടോ എന്റെ ജീവിതത്തിൽ ഒരു നിമിത്തമായ ആള്. നമ്മുടെ സർപ്രൈസ് പരിപാടിയൊക്കെ ആദ്യം തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ വൈഫിൽ നിന്നാണ്. ആ ഒരു ചിരിയിൽ നിന്ന് ഞാനിപ്പോൾ ഒരുപാട് പേരുടെ സന്തോഷം കാണുന്നു. ഇവനാണ് അബി, എന്റെ കൂടെ ആട്ടുകാൽ സ്കൂളിൽ പഠിച്ചതാണ്. ഇത് അവന്റെ വൈഫ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരുപാട് ചിരിക്കണ മുഖങ്ങൾ കണ്ട് ഹാപ്പി ആയ ഒരു ദിവസമാണ്. കുട്ടികളെ എല്ലാ പേരെയും നിങ്ങളെ എടുത്തെടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആ സമയത്ത് അങ്ങനത്തെ തിരക്കായത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും വീടെടുക്കാൻ പറ്റത്തത്. പ്രവേശനോത്സവ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ അവസാനം കുട്ടികൾക്കെല്ലാം ഓരോ ബുക്കുകൾ നൽകിയാണ് കേട്ടോ ക്ലാസ്സിലേക്ക് വിട്ടത്. ഇത് കണ്ടില്ലേ, ഇത് ഇതിന് കിട്ടിയ ബുക്കാണ്. പരിപാടി എല്ലാം കഴിഞ്ഞ അവസാനം ഒരു പാൽപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതും കുടിച്ചിട്ട് ദേ ഇരുന്നപ്പോൾ ഒരാളിവിടെ പിണങ്ങിയിരിക്കുന്ന കണ്ടില്ലേ. നമ്മുടെ ഈ ആറ്റിൻപുറ സ്കൂളിലെ ഇപ്പോഴത്തെ HM ആണ് കേട്ടോ ഈ സംസാരിക്കുന്നത്. ഇനി കളിസ്ഥലങ്ങളെല്ലാം കുട്ടികളെ കൊണ്ട് നിറയുന്നതാണ്. അവസാനം സൈബർ സെക്യൂരിറ്റിയെ പറ്റി ഒരു പ്രതിജ്ഞ ചൊല്ലിയിട്ടാണ് കേട്ടോ എല്ലാവരെയും വിട്ടത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.